അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതയാത്രയിലുടനീളം കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാ വഹിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഭൂമിയിലെ മനുഷ്യ ജീവിതം നമുക്കെണ്ണിയെടുക്കാൻ കഴിയുന്ന കുറഞ്ഞ മണിക്കൂറുകളും മിനിറ്റുകളും മാത്രമാണ്. അവയെ നന്മകളാൽ ധന്യമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 59-ാം അധ്യായം സൂറ ഹശറിൻ്റെ 18-ാം വചനത്തിൽ അല്ലാഹു നമ്മെ ഇപ്രകാരം ഉണർത്തുന്നു: യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കൊള്ളട്ടെ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. വിശ്വാസി സമൂഹം തലമുറകളായി കാത്തു സൂക്ഷിച്ചു പോരുന്ന ഉന്നത മൂല്യങ്ങളിലൊന്നാണ് ദാനധർമ്മങ്ങളും റബ്ബിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അവിടുത്തെ അനുചരന്മാരിൽ നിന്നും വിശ്വാസി സമൂഹം നെഞ്ചിലേറ്റിയ ഉന്നതമായ മൂല്യമാണിത്. വിശുദ്ധ റമദാനിൽ ഈ നന്മകളെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ വിശ്വാസികൾ പ്രയോഗവൽക്കരിക്കുന്നു. റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഉദാരശീലനായിരുന്നു എന്ന് നിരവധി ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരാളുടെ സമ്പത്ത് ചെലവഴിച്ച് ഒരു പള്ളി നിർമ്മിച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി നൽകിയാൽ ആ വഖഫിന്റെ പുണ്യം നാളെ മരണാനന്തര ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കും. അറിവ് നേടുന്ന മർക്കസുകളും പാവങ്ങൾക്കുള്ള പാർപ്പിടങ്ങളും രോഗികൾക്കുള്ള ചികിത്സാ കേന്ദ്രങ്ങളുമെല്ലാം പടുത്തുയർത്തി റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ചാൽ അതെല്ലാം വഖഫിന്റെ പരിധിയിൽ ഉൾപ്പെടും. മുറിഞ്ഞു പോകാത്ത പ്രതിഫലം വഖഫിനു ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ മരണശേഷം നമ്മിലേക്ക് എത്തിച്ചേരുന്ന നന്മകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇൽമൻ അല്ലമഹു വനശറഹു, പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അറിവ്. വവലദൻ സ്വാലിഹൻ തറക്കഹു, ഭൂമിയിൽ അവൻ ഉപേക്ഷിച്ചു പോയ സ്വാലിഹായ സന്താനങ്ങൾ. വമുസ്ഹഫൻ വറസഹു, അവൻ നൽകിയ മുസ്ഹഫുകൾ. ഔ മസ്ജിദൻ ബനാഹു, അവൻ നിർമ്മിച്ചു നൽകിയ മസ്ജിദ്. ഔ നഹ്റൻ അജ്റാഹു, ജനങ്ങൾക്കായി അവൻ നൽകിയ ജലസ്രോതസ്സുകൾ. കഴിവും ആരോഗ്യവുമുള്ള സമയത്ത് അവൻ നൽകിയ സ്വതക്കകൾ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വലിയ പുണ്യമായി മാറുമെന്ന യാഥാർത്ഥ്യം ജീവിതയാത്രയിൽ ഒരിക്കലും നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല. ദാനധർമ്മങ്ങളിലും വഖഫ് ചെയ്യുന്നതിലും നമ്മുടെ മുമ്പേ കടന്നുപോയ ആളുകള്, പ്രവാചകാനുചരന്മാര്, അതുപോലെ തന്നെ മുൻഗാമികളായ സജ്ജനങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. കഴിവും ശേഷിയുമുള്ള ഓരോ സ്വഹാബിയും എന്തെങ്കിലും വഖഫ് ചെയ്യുമായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭൂമി, നല്ല വിലപിടിപ്പുള്ള ഒരു ഭൂമി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സ്ഥലം അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. പ്രവാചക സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറഞ്ഞത്: കൈഫ തഅമുറുനി ഫിഹാ, ഞാൻ ആ ഭൂമി എന്തു ചെയ്യണമെന്നാണ് അങ്ങയുടെ ആഗ്രഹം? ഈ സമയത്ത് പ്രവാചകർ പ്രതിവചിച്ചോ: ഇൻ ശിഅത ഹബ്ബസ്ത അസ്ലഹ, താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വഖഫ് ചെയ്യൂ എന്നവിടുന്ന് നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുകയായിരുന്നു. അവിടുന്ന് അദ്ദേഹം അത് വഖഫ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബുൻ, നിങ്ങൾക്ക് പ്രിയങ്കരമായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധ്യമല്ലെന്ന വചനം ഒരു സ്വഹാബി കേട്ട സമയം അദ്ദേഹത്തിന്റെ ഹൃദയം പിടക്കുകയാണ്. അദ്ദേഹം ധൃതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ സമ്പത്ത്, എന്റെ സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് ചെലവഴിക്കണം. അതിന്റെ പ്രതിഫലം നാളെ പരലോകത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിപ്രകാരം പറഞ്ഞു: ദാലിക മാലുൻ റാബിഹുൻ, ദാലിക മാലുൻ റാബിഹുൻ, അത് ഏറെ ലാഭകരമായ ഒരു സമ്പാദ്യമാണ്, അത് നല്ല ഒരു കച്ചവടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഇട്ടേച്ച്
നമ്മുടെ ശരീരം പുതച്ച തുണിക്കഷ്ണങ്ങൾ മാത്രമായി റബ്ബിലേക്ക് തിരിക്കുന്ന ഒരു ദിനം വരുന്നതിന് മുമ്പ് റബ്ബിന്റെ മാർഗത്തിൽ നാം ചെലവഴിക്കേണ്ടതുണ്ട്. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ദിർഹം നാം ദാനം ചെയ്താൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അതൊരു വലിയ പുണ്യമായി മാറും. അതിന്റെ ഗുണം ഈ ലോകത്തും അതുപോലെ തന്നെ പരലോക ജീവിതത്തിലും നമുക്ക് ലഭിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ മറന്നു പോവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെലവഴിക്കുന്ന ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ അത് ഏതെങ്കിലും ഒരു പള്ളി നിർമ്മാണത്തിലായിരിക്കും ഒരുപക്ഷെ ചെന്നെത്തുന്നത്. അതല്ലെങ്കിൽ ഒരു രോഗിയുടെ മരുന്നിനായിരിക്കും ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു യതീം കുട്ടിയുടെ പഠനത്തിന്റെ കാര്യത്തിനായിരിക്കും അത് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പേരിലും ദാനം ചെയ്യാൻ നമ്മൾ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമുന്നത രാഷ്ട്രത്തിന്റെ സ്ഥാപകൻ ഷെയ്ഖ് സായിദ് ത്വയ്യബല്ലാഹു സറ അദ്ദേഹത്തിന്റെ വിയോഗ സ്മരണയിൽ ഈ രാജ്യം മാനവിക പ്രവർത്തനങ്ങളുടെ ദിനമാചരിക്കുന്ന സന്ദർഭമാണിത്. വലിയ ദാനധർമ്മങ്ങളും വഖഫുകളും ചെയ്ത് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞ മാന്യ ഭരണാധികാരിയെ നാം ഇവിടെ സ്മരിക്കുകയാണ്. രാജ്യത്തിനകത്തും പുറത്തും അദ്ദേഹം ചെയ്ത പുണ്യപ്രവർത്തനങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ മറഞ്ഞു പോകാത്തവയാണ്. ലോകത്തുള്ള സർവ്വ ഭരണാധികാരികൾക്കും അദ്ദേഹം മാതൃകയായി ഇന്നും ലോകത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. മനുഷ്യരുടെ ഇരുൾമുറ്റിയ ഹൃത്തടങ്ങളിലേക്ക് ദിവ്യപ്രകാശം പ്രസാരണം ചെയ്യുന്ന ഉന്നതരായ പണ്ഡിതർ അക്ഷരപ്പിച്ച വെച്ചത് നല്ല മനുഷ്യർ വഖഫ് ചെയ്ത സ്ഥാപനങ്ങളിൽ എന്താണെന്ന കാര്യം നാം ഓർക്കണം. നമ്മുടെ മുൻഗാമികൾ ചെയ്ത വഖഫിന്റെ തണലിലും നിഴലിലുമാണ് ഇന്നും ആയിരങ്ങൾ അറിവിന്റെ പുതിയ ആകാശങ്ങൾ അന്വേഷിക്കുന്നതെന്ന വസ്തുത നാം വിസ്മരിക്കരുത്. ഈ രാജ്യത്ത് വഖഫ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ക്രമീകരിച്ചിട്ടുണ്ട്. ആ നന്മകളുടെ ഭാഗമാകാൻ നമ്മളും തയ്യാറാവുക. സാമൂഹ്യ പുരോഗതിയിൽ ഒരു ബിന്ദുവായി നമ്മളും അലിഞ്ഞു ചേരണം. റബ്ബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് നാം ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. റബ്ബിന്റെ വാചകം എത്ര ശ്രദ്ധേയമാണ്. വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ലാ. അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ അവരൊന്നും ചെലവഴിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും നമ്മൾ ജീവിതത്തിൽ എന്ത് വഖഫ് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമേ ആ കർമ്മം നമ്മൾ നിർവഹിക്കാൻ പാടുള്ളൂ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ദാനധർമ്മങ്ങളും വഖഫുകളും നമ്മൾ നിർവഹിക്കുമ്പോൾ അത് നമുക്ക് പരലോകത്ത് വലിയ പ്രതിഫലമായി ലഭിക്കുമെന്ന ആ ഒരു കാര്യം നമ്മൾ ഓർക്കുക. ജീവിതത്തിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുവാൻ ഈ വിശുദ്ധ റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളെ നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. നാഥൻ നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും ദാനധർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം നാഥൻ നന്നാക്കി കൊടുക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.